ഗുരുയണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ലൂക്ക സുവിശേഷകൻ്റെ 15-ാം അധ്യായം സുവിശേഷങ്ങളുടെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുക. വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല, തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടില്ല എന്ന് ഭൂമിയോട് സൗമ്യമായി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ആ സുവിശേഷ ഭാഗമാണ്, ആ സുവിശേഷത്തിലെ അധ്യായമാണ്. നമുക്കറിയാം, അതിങ്ങനെ കുറേ നഷ്ടങ്ങളുടെ കഥയാണ്. അല്ലാണ്ട് ഒരേപോലെ തോന്നിക്കുന്ന 3 കഥകളാണ്. ആ കഥകളുടെ ത്രെഡ് വളരെ സിമ്പിളാണ്. അതിങ്ങനെ സുവിശേഷമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കണക്ക് ഒരു 3 കാലഘട്ടം പറയുന്നുള്ളൂ. അബ്രഹാം തൊട്ട് ദാവീദ് വരെ ഒരു കാലഘട്ടം, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം ഒരു കാലഘട്ടം, ബാബിലോൺ പ്രവാസം ഒരു ക്രിസ്തു ഒരു കാലഘട്ടം. ആദ്യത്തെ നമ്മൾ വിളിക്കുന്നത് ഗ്ലോറി, രണ്ടാമത്തെ വിളിക്കുന്നത് ലോസ്റ്റ് ഗ്ലോറി, മൂന്നാമത്തെ റിട്ടേൺ ഗ്ലോറി എന്ന ഉണ്ടായിരുന്ന മഹത്വം, കളഞ്ഞുപോയ മഹത്വം, വീണ്ടെടുക്കപ്പെട്ട മഹത്വം. ഇതിങ്ങനെ മാനവരാശി ചരിത്രം മാത്രമല്ല, മനുഷ്യരുടെയും ചരിത്രമാണ്. ഓരോരുത്തരുടെയും ചരിത്രം അങ്ങനെയൊക്കെ തന്നെയല്ല. ഉണ്ടായിരുന്ന മഹത്വം, കളഞ്ഞുപോയ മഹത്വം, വീണ്ടെടുക്കപ്പെടാവുന്ന മഹത്വം. അങ്ങനെയെങ്കിൽ ഈ കഥയുടെ ത്രെഡ് അങ്ങനെ തന്നെ. ഒരിടേന് 100 ആടുകളുണ്ടായിരുന്നു. അതെല്ലാം ഗ്ലോറിയസ് ആയ സംഭവം. ഒരു വീട്ടമ്മയുടെ കയ്യിൽ 10 നാണയങ്ങളുണ്ടായിരുന്നു. ഒരു മകന്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മക്കളാണ്. ഇതൊക്കെ ഉണ്ടായിരുന്ന മഹത്വം ഇവിടെ ഓരോന്നായിട്ട് നഷ്ടമാകുന്നു. ഒടുവിലത്തെ ഭാഗം ഏതാണ്ട് ഒരുപോലെ തന്നെ, നഷ്ടം ഒരുപോലെ തന്നെ. ആ ഒടുവിലത്തെ ആ ഒരു പോഷൻ എന്ന് പറയുന്ന വസ്തുതയിൽ തന്നെ. ഇടയൻ പറഞ്ഞു നമുക്ക് ആഹ്ലാദിക്കാം, കാരണം എല്ലായിടത്തും തിരികെ കിട്ടുന്നുണ്ട്. മകൻ പറഞ്ഞു, അമ്മ പറഞ്ഞു നമുക്ക് ആഹ്ലാദിക്കാം, വീട്ടമ്മ പറഞ്ഞു. പിന്നെ അപ്പൻ പറഞ്ഞു നമുക്ക് കൊഴുത്ത കാളക്കുട്ടികൾ. ശരിക്കും കൊഴുപ്പിച്ച കാളക്കുട്ടി എന്ന് അതിൻ്റെ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് വരേണ്ടിയിരുന്നത് ഫാറ്റൻഡ് കാഫ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ കൂട്ടത്തിലൊരു കാളയെ നോക്കി കൊന്നുള്ളതല്ല, മേധസ്സുള്ള കാളയെ നോക്കി കൊന്നുള്ളതല്ല, മറിച്ച് മകനൊരാൾ വരുമെന്നറിഞ്ഞിട്ട് ഒരു കാളയെ നേരത്തെ നിർത്തി നല്ലതുപോലെ പോഷകാഹാരം കൊടുത്തിട്ട് അതിനെ വല്ലാതെ കൊഴുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മകനൊരാൾ വരുമെന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളത് ഈ അപ്പനാണ്. കാരണം അയാൾ അങ്ങനെ ഒരു കാളക്കുട്ടിനെ ഈ വരുന്ന മകനും ആ ദിവസത്തെ ആഹ്ലാദത്തിന് വേണ്ടിയും കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കഥകളും ഒരുപോലെയാണെങ്കിലും ഇതിനകത്ത് അകപ്പാടുള്ള കുഞ്ഞു വ്യത്യാസം, ഇതിൻ്റെ കാരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ നഷ്ടങ്ങളുടെ കാരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാപം എന്നൊക്കെ പറയുന്ന പോലെ എന്താ വസ്തുതല്ല, ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളുടെ പേരാണ് ഈ പാപം എന്ന് പറയുന്നത്. ഒരു വളരെ പ്രശസ്തമായൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ എന്നാണ്. അതിൻ്റെ പ്രമേയം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഡിഫറൻ്റായൊരു കാര്യമാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഏതൊരു ഇടറിപ്പോയ ഒരാളുടെയും ജീവചരിത്രം വേണമെങ്കിൽ അങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ. എൻ്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളാണ്. കാരണം ആപ്പാടെ 30,000 ദിവസങ്ങളുടെ കേസ് കെട്ടാ ജീവിതം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരാൾക്ക് കളഞ്ഞു പോകുന്ന, അയാൾക്ക് കൈവിട്ട് പോവുകയോ അർത്ഥപൂർണ്ണമല്ലാതെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ് ഈ പാപം എന്നൊക്കെ പറയുക. എന്താ ഈ നഷ്ടം എന്ന് പറയുന്നത്? ഒരു ലളിതമായ ഉദാഹരണം കൊണ്ട് വേണമെങ്കിൽ അതിനകത്ത് കൂടുതൽ ഒരു ഉദാഹരണം ഉണ്ടാകും. ഒരു ബന്ധുദിവസം എനിക്കൊരു C ക്ലാസ് കടയുണ്ട്, ഞാനത് തുറന്നിട്ടില്ല. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുകയാണ്, നമുക്ക് ഇന്നൊരു 400 രൂപയുടെ നഷ്ടമുണ്ടായി. അതിങ്ങനെ കച്ചവടം ചെയ്യുണ്ടായ നഷ്ടമെന്നല്ല എൻ്റെ അർത്ഥം, മറിച്ച് കച്ചവടം ചെയ്യാതിരുന്നുണ്ടായ നഷ്ടമാണ്. ഇപ്പം എന്താ നഷ്ടം എന്ന് പറയുന്നത്? അർത്ഥപൂർണ്ണമല്ലാത്ത ഒരു നിലനിൽപ്പിനെ വിളിക്കേണ്ട വാക്കാണ് നഷ്ടം. മദ്യപാനമൊക്കെ പാപമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പണ്ട് എനിക്ക് ആവശ്യത്തിലേറെ സന്ദേഹം ഉണ്ടായിരുന്നു, അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ തൻ്റെ അത്തരം ചില മമതകളെയോ താല്പര്യങ്ങളെ പോലും കണ്ടുപിടിക്കാൻ നല്ലതാണ്. ശരി, കാരണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് നഷ്ടമാകുന്നത്? അയാൾക്ക് അയാളുടെ പ്രസൻസ് എന്ന് പറയുന്ന സമയം, അയാളുടെ വർത്തമാനം അയാൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഒന്നും അയാൾ അറിയുന്നില്ല, അയാളുടെ സൗഹൃദങ്ങളുടെ ആഴമറിയുന്നില്ല, ബന്ധുക്കളുടെ വിഹുലത അറിയുന്നില്ല, കുഞ്ഞുങ്ങളുടെ ഭീതി അറിയുന്നില്ല. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാത്തരം നഷ്ടങ്ങളെയും വിളിക്കാവുന്ന വാക്ക് പാപം എന്ന് തന്നെ, അല്ലെങ്കിൽ പാപമാണ് നഷ്ടം, അർത്ഥപൂർണ്ണമല്ലാത്ത നിലനിൽപ്പ്. അപ്പോൾ അതാണ് ഈ കഥയുടെ ഒരു അടിസ്ഥാനമായ ഒരു സാരാംശം. അങ്ങനെ വരുമ്പോൾ അകപ്പാടുള്ള കുഞ്ഞു വ്യത്യാസം ഈ നഷ്ടങ്ങളുടെ കാരണങ്ങൾക്ക് മാത്രമാണ്. 3 നഷ്ടങ്ങൾക്ക് 3 കാരണങ്ങളാണ്. ആട് നഷ്ടമാകുന്ന ഈ അജ്ഞത കൊണ്ടാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കുറേ അധികം നഷ്ടങ്ങളുടെ കാരണം എന്ന് പറയുന്ന അജ്ഞത തന്നെ. നമ്മൾ ഒരുതരം ഇഗ്നോറൻസിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുതരം ഹൈന്ദവ സങ്കല്പങ്ങളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തരം മായ, ഇല്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്നിനെക്കുറിച്ചും കാര്യമായ വ്യക്തമായ ധാരണയോ പ്രകാശവും ഇല്ല. അത് ഏത് നഷ്ടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പശ്ചാത്തലം ഉണ്ടാകും. വിശേഷിച്ചും ഇങ്ങനെ ഇടറിപ്പോകുന്ന ശരീരത്തിൻ്റെ ഇടർച്ചകളെയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അതിൻ്റെ കാരണം എന്തായിരിക്കും? ശരീരം എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടായ ഒന്നാണ്, വളരെ പവിത്രമായ ദേവാലയം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നിൻ്റെ പേരാ ശരീരം. കാരണം
നമുക്കറിയാം മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവൻ നാസാരന്ധങ്ങൾ ശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വേദപുസ്തകം ആ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അവതരിപ്പിക്കുക. ദൈവത്തിൻ്റെ ശ്വാസം വന്ന് വീണിട്ടുള്ള ഉടല ഇത്. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നതിനർത്ഥം ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് തന്നെയാണ്. ബ്രത്ത് ഓഫ് ഗോഡ് മീൻസ് പ്രസൻസ് ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ ദൈവസാന്നിധ്യമുള്ള ഇടമെന്ന നിലയിൽ ആ പുരാതന ക്ഷേത്രത്തിൻ്റെ പേരാണ് ശരീരം. പക്ഷേ അതത്ര ദേവാലയമാണെന്ന് അതിനകത്ത് ഇങ്ങനെ ഒരു ദൈവസാന്നിധ്യം ഉണ്ടെന്നും ഒക്കെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? വിശേഷം ആൺകുട്ടികൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി അതാ വാസ്തവത്തിൽ. പെൺകുട്ടികൾ കുറച്ചുകൂടി ഭാഗ്യവതികളാണ്. കാരണം അവർ ഇതെല്ലാം മുതിർന്ന് തുടങ്ങുമ്പോൾ തന്നെ അവർ അമ്മമാർ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ആൺകുട്ടി മുതിർന്നപ്പോൾ ഒരു പെൺകുട്ടി തിരളുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പോലും അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു തരുന്നില്ല. സ്വാഭാവികമായിട്ട് ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ ഈ ദാനം, ഈ മനോഹരമായ ശരീരം എന്ന് പറയുന്ന അനുഭവത്തിനെ കുറിച്ച് നമ്മുടെ ധാരണകൾ ലഭിക്കുന്നത് പലപ്പോഴും ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെന്ന്. ഇത്രയും മനോഹരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് മഹത്വമുള്ള ഗുരുക്കന്മാരാരുമില്ല. മറിച്ച് ക്ലാസ് മുറികളിലൊക്കെ വെച്ച് നമ്മൾ ഒളിച്ചു വായിച്ചിട്ട് ചില കൊച്ചു പുസ്തകങ്ങൾ, മൂത്രപ്പുരയുടെയും അല്ലെങ്കിൽ ഓരോ ട്രെയിനിലൊക്കെ ഓരോ ഇടങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കരിക്കട്ട കൊണ്ട് കോറിയിട്ടിരുന്ന നൗസേറ്റിംഗ് ആയ ചില രേഖാചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ ശരീരം എന്ന് പറയുന്ന ഒന്നിൻ്റെ വളർച്ചയും വികാസത്തെയും കുറിച്ച് നമുക്ക് ഇങ്ങനെ ധാരണയുണ്ട്. അപ്പോൾ വളരെ തെറ്റായ ധാരണകൾ തന്നെയാണ് ഈ ശരീരം എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ അഭിമുഖിച്ചു തുടങ്ങുന്നത് തന്നെ. സ്വാഭാവികമായിട്ട് ഏതൊരു അജ്ഞതയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന ആദ്യത്തെ വികാരത്തിൻ്റെ പേര് ജിജ്ഞാസ എന്നാണ്. ഒരു 12-13 വയസ്സിൽ എന്നിൽ ആരംഭിച്ച അത്തരം ജിജ്ഞാസകൾ 40കളിലും 60കളിലും ഒരാൾ കൊണ്ടുനടന്നിരിക്കും. കുറേ ഇടർച്ചകളുടെ കാരണം ഈ അജ്ഞത എന്ന് തന്നെയാണ്. അതും ഒപ്പം ഈ ബന്ധങ്ങളൊക്കെ സംഭവിച്ചിട്ട് ചില പാളിച്ചു. വിശേഷം കൗമാരത്തിലൊക്കെ സ്വന്തം അപ്പയും അമ്മയൊക്കെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില പരാമർശങ്ങൾ, നമ്മുടെ ചില പ്രതിരോധങ്ങളുടെ മുമ്പിലൊക്കെ അവർ വല്ലാതെ തളർന്നും വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണീരണഞ്ഞൊക്കെ നിന്ന ഓർമ്മകളിൽ ഞാൻ വിചാരിക്കും മിക്കവാറും മനുഷ്യരൊക്കെ ചങ്ങലുണ്ടാവും. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ കൗമാരത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളിൽ ഇത് ശടിക്കുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ എതിർക്കുമ്പോഴൊക്കെ നമ്മുടെ പാവപ്പെട്ട അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മക്കളെ നിങ്ങൾ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവും. അത് അങ്ങനെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. നമുക്ക് പലതിനെക്കുറിച്ച് അപ്പോൾ ധാരണയില്ലായിരുന്നു. ഒരു എഴുത്തുകാരനിങ്ങനെ എന്തൊക്കെയോ കുത്തിയും കുറിച്ചും ഇരിക്കുമ്പോൾ അയാളുടെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ മകനോട് പറയാൻ പലതും പറഞ്ഞു കൊടുക്കേണ്ട സമയമായി. കാരണം അവൻ എല്ലാ ദിവസവും വൈകിയാണ് വരുന്നത്. അവരുടെ ഇന്നലും വൈകി വന്നു, മിനിങ്ങാന്നും വൈകി വന്നു, ഇന്ന് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മകനെ അഭിമുഖീകരിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ അവനെ തിരുത്താത്തത്? അപ്പോൾ അയാളോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അവനെ തിരുത്താനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അധികാരമില്ല. കാരണം ഇത്തരം തിരുത്തലുകളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ പ്രതിരോധിച്ച ബാല്യകൗമാരങ്ങളായിരുന്നു എൻ്റേത്. ഒരുപക്ഷെ തൻ്റെ അപ്പനോട് കഠിനമായിട്ട് വർത്തിച്ചൊരു അനുഭവം ഇയാളുടെ ഭാര്യയോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, ഒരു ഓണ ദിവസം അപ്പൻ ദൂരെ എങ്ങാണ്ട് തോട്ടത്തിൽ പണിയുന്ന ഒരാളാണ്. ഓണത്തിന് ഇങ്ങനെ ഈ പടക്കം, വസ്ത്രങ്ങൾ, പലഹാരം, ഇങ്ങനെ ഒരു വലിയ പൊതിയുമൊക്കെ ആയിട്ടാണ് അപ്പൻ ജോലി കഴിഞ്ഞിട്ട് വരിക. എന്നിട്ട് ഒന്ന് കുളിച്ച് കയറാൻ ഉത്രാടത്തിനാണ് വരുന്നത്. ഒന്ന് കുളിച്ച് കയറാനായിട്ട് പോകുമ്പോൾ പറഞ്ഞു, വന്നിട്ട് എല്ലാം അഴിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഈ ചെറിയ പയ്യൻ കഷ്ടിച്ചെന്ത് ചെയ്യുന്നുണ്ട്, 10-11 വയസ്സുള്ള പയ്യൻ അതിനകത്ത് അഴിച്ചിട്ടൊരു പടക്കം എടുത്തിട്ട് പൊട്ടിക്കുന്നു. അതിൽ തൊട്ടെന്ത് ചെയ്യും, ഇവനെ കൈ പൊള്ളുന്നു, ഭയങ്കര ബഹളമാകുന്നു. അപ്പം വന്നൊരു അല്ലാതെ മനുഷ്യ ശുഭിതനാവുകയാണ്. എന്നോട് പറഞ്ഞില്ല എടുക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ഒന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ഈ കുട്ടി ചെയ്ത, അതായത് ഈ എഴുത്തുകാരൻ അയാളുടെ ബാല്യത്തെ ഓർമ്മിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ മുഴുവൻ പൊതിയും കൂടി എടുത്തുകൊണ്ട് പോയി ഒരു കുളത്തിലോട്ട് കൊണ്ടിടുകയായി. എന്നിട്ട് അയാൾ തന്നെ ഓർമ്മിക്കുകയാണ്, അങ്ങനെ ദരിദ്രവും ശൂന്യവുമായ ഒരു ഓണം കടന്നുപോയി ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ ഒരിക്കലും മറക്കത്തില്ല അപ്പൻ്റെ ആ ഇരിപ്പ് ഞാനിത് കൊണ്ടുപോയി ഇട്ടിട്ട് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അറിയാം, മക്കളോട് പറയാനായിട്ട് എനിക്ക് അവകാശമില്ല. കാരണം അത്തരം കാലങ്ങളിൽ ഞാൻ നല്ല മകനായിരുന്നിട്ടില്ല. അപ്പം ഇങ്ങനെ കുറേ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, നമ്മുടെയൊക്കെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതാനായിട്ട് നമുക്കൊരു അവകാശ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി ഭേദപ്പെട്ട സ്ക്രിപ്റ്റ് നമുക്ക് എഴുതാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അജ്ഞതയുടെ പ്രശ്നങ്ങളാണ്. അസൽ അജ്ഞത എന്ന് പറയുന്നത് മാപ്പർഹിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ കുരിശിൻ മിഴിപൂട്ടുന്നതിനേക്കാൾ അവസാനം പ്രാർത്ഥിച്ചത് ഈ അജ്ഞതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. എന്താണത്? പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല. അവരുടെ അജ്ഞത കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് മാപ്പാക്കണം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സ്നേഹക്കുറവുകൾ, കലഹങ്ങൾ, ശാഠ്യങ്ങൾ, ശരീരത്തിന് ഇടർച്ചകൾ, ചില തെറ്റായ ശീലങ്ങളിലേക്കുള്ള കൂപ്പുകുത്തൽ ഒക്കെ ഇങ്ങനെ അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ്. കാരണം ആടിനെ കുറിച്ച് പറയുന്ന ആടൊരു സാധുജന്മ എന്നാണ് പറയുന്നത്. ഒരു പച്ചിലനാമ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോകാൻ പറ്റുന്ന വിധത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വിവേകമൊക്കെ ഉള്ള ആടിനെന്നാണ് പറയുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഇറച്ചിമുട്ടിലേക്ക് പോലും ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? വെറുതെ ഒരു പുൽനാമ്പ് പിടിച്ചുകൊണ്ട് ഇറച്ചി വെട്ടാൻ്റെ മുമ്പേ നടക്കുമ്പോൾ സ്വന്തം അറവുശാലയിലേക്ക് ഒരു ആട്ടിൻകുട്ടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
അപ്പം അത്രയും സാധുവാണ്. ഏതൊരു പച്ചില നാമ്പിൻ്റെ പിന്നാലെയും പോകാൻ പറ്റുന്ന വിധത്തിൽ സാധുവാണ്. രണ്ടാമതായിട്ട് നാണയം നഷ്ടമാകുന്ന അശ്രദ്ധ കൊണ്ടാണ്. 10 നാണയങ്ങളൊന്നും നഷ്ടമാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ 10 കൽപ്പനകളിലൊന്ന് കണക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യം നഷ്ടമായെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ തന്നെ സൂചന കിടപ്പുണ്ട്. പിന്നെ വേറെയും ചില സൂചനകളൊക്കെ കൊണ്ട് യഹൂദ സ്ത്രീകൾ തങ്ങളുടെ വിവാഹ ദിവസം അണിയുന്നൊരു ശിരോഭരണമുണ്ട്. അതിങ്ങനെ 10 നാണയങ്ങൾ കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു ആഭരണമാണ്. അങ്ങനെയെങ്കിൽ അത് അവരുടെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് വിവാഹമോതിരവും താലിയും ഒക്കെ എന്തുമാത്രം പ്രധാനമാണോ അത്രയും ഒരു യഹൂദ സ്ത്രീക്ക് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ ഓർമ്മകൾ ഉണർത്തുന്ന ഒന്നാണ് ഈ 10 നാണയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ശിരോഭരണം. എന്നിട്ടും അത്രയും സൂക്ഷിക്കേണ്ട, 10 കൽപ്പനകൾ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ താലിമാല കണക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യം അടർന്നു പോവുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ നഷ്ടങ്ങളുടെ കാരണം അശ്രദ്ധ എന്നാണ് പറയുന്നത്. നമ്മളെ വളരെ ഗൗരവമായിട്ട് സൂക്ഷിക്കാനായിട്ട് പൊന്നുതമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്ത പലരും അവരുടെ ചില ആഗ്രഹങ്ങളിൽപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ചില ആൻറ്റിസിപ്പേഷനിലൊക്കെ പെട്ടിട്ട് നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് നേരം കണ്ടെത്തിയിട്ടില്ല. വിശേഷിച്ചും വലിയ അളവിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടമാകുന്നതിന് കാരണം ഈ അശ്രദ്ധ കൊണ്ട് തന്നെ. കുഞ്ഞുങ്ങളുടെ ലോകം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിലേറെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ഈ കുഞ്ഞ് എന്തുകൊണ്ടാണ് മുറി അടച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ധരിക്കാറില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ടോ, മുറിയിലോട്ട് കൊട്ടി വരേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ എന്താ പറയണത്, വളരെ ഔപചാരികതയിലൊക്കെ എടുക്കുന്നൊരു രീതി പോലും കണ്ടിട്ടുണ്ട്. തുറന്നു കിടക്കുന്ന മുറികളല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന നെറ്റെന്ന് പറയുന്നത് സ്വീകരണ മുറിയിൽ വെച്ചാൽ എന്താണ്, ഊട്ടുമുറിയുടെ ഒരു ചാര വെച്ചാൽ എന്താണ്. അപ്പോൾ കുറച്ച് നമ്മുടെ അശ്രദ്ധ കൊണ്ടും ചില കാര്യങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട നഷ്ടം പോലും നമ്മൾ ഓർമ്മിക്കേണ്ടത്. സ്വയം നഷ്ടപ്പെട്ട ഒരുവൻ്റെ പേരായിരുന്നു നസറത്തിൽ യേശു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ക്രിസ്തുവും നഷ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ. 12-ാം വയസ്സിൽ കുട്ടിയെ പള്ളിയിൽ കളഞ്ഞുപോയി. അപ്പോൾ അതിന് കാരണം പറയുന്നത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അവൻ്റെ അപ്പം വിചാരിച്ചു അവനിങ്ങനെ സ്ത്രീകളോടൊപ്പം ഉണ്ടാകും, അതായത് അമ്മ മേരിയോടും സംഘത്തോടൊപ്പം ഉണ്ടാകുന്നു. അമ്മ മേരി വിചാരിച്ചു അവൻ പുരുഷന്മാരോടൊപ്പം ഉണ്ടാകും, ജോസഫിനോടൊപ്പം ഉണ്ടാകുമെന്ന്. കാരണം 12 വയസ്സത്തെ കുട്ടിയാണ്. അവന് 2 കൂട്ടരിൽ ആരുടെ കൂടെ വേണമെങ്കിലും സംഘത്തിൽ പങ്കുചേരാമെന്നെങ്കിൽ പുരുഷന്മാരുടെ കൂടെ ചേരാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ ചേരാം. കാരണം ഏതാണ്ട് മുതിർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൂർണ്ണ എന്ത് ചെയ്യുന്നുണ്ട്, വളർച്ചയോട്ട് എത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കൂട്ടത്തിലും പങ്കുചേരാം. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും തെറ്റിദ്ധരിക്കുകയാണ് അവൻ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടാകും. അപ്പൻ കുഞ്ഞിനെ സംരക്ഷിക്കുമെന്ന് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന അമ്മയും അമ്മ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന അപ്പനും ഒക്കെ കരുതുന്ന ഇടയിൽ നമ്മുടെ ഈ കൈയുടെ ഈ വിരലുകളുടെ ഈ വിടവിലൂടെ കുഞ്ഞുങ്ങൾ നഷ്ടമായി തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏൽപ്പിച്ചവരുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഒരു അപാകതക്കുറവ്, അപക്വതക്കുറവ്, അവരുടെ ഒരു അവിവേകം കൊണ്ടൊക്കെ ചിലപ്പോൾ ചില പരിക്കുകൾ നമുക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തതാണ് നാണയം നഷ്ടമാകുന്നത് പോലെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായ ഒന്ന്. ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഭാരതമൊക്കെ വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ആത്മീയ മൂല്യങ്ങളെന്ന് പറയുന്ന ശ്രദ്ധയാണ്. ഇങ്ങനെ സദാ പുലർത്തുന്നൊരു ഉണർവ്, ജാഗ്രത എന്നൊക്കെ പറയണ ഒന്നാണ്. പെണ്ണിൽ പോലും കണ്ണുകളുണ്ടാന്ന് പറയാം, ഉണ്ടാവണമെന്നൊക്കെ അവർ പഠിപ്പിക്കും നമ്മളെ. അപ്പം അത് രണ്ടാമത്തെ. മൂന്നാമതായിട്ട് അഹന്തയാണ്. മകൻ വീട് വിട്ടിറങ്ങി പോവുകയാണ്. മകന് അപ്പൻ്റെ സ്വത്ത് കിട്ടും, ഒരു തർക്കവും ഇല്ല. പക്ഷേ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് മകൻ അപ്പൻ്റെ സ്വത്ത് കിട്ടണമെങ്കിൽ അപ്പം മരിച്ചിട്ടാണ് കിട്ടണം. അതിനു മുമ്പ് ഈ സ്വത്തിൻ്റെ ഒരു കൈവശാവകാശം ആൾക്ക് കിട്ടണില്ല. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കണ അപ്പനോട് ചെന്നിട്ട് സ്വത്ത് ചോദിക്കുക എന്ന് പറയുന്നതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ ഇയാൾ എനിക്ക് ഏതാണ്ട് മരിച്ച ഒരാളെ കണക്കുക, ഓൾമോസ്റ്റ് ഡെഡ് ഫോർ മീ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മകൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ ചെറിയൊരു കുറുമ്പ് പറയുന്നുണ്ട്. എന്താണത്? മകനെ, നീ മരിച്ചവനായിരുന്നു. ശരിക്കും ഞാനായിരുന്നില്ല മരിച്ചത്, നീയാ മരിച്ചത്. ഇപ്പോൾ ഒരാളിങ്ങനെ വളരെ ബോധപൂർവം ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന വാക്ക് അഹന്ത എന്ന. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ സംഗ്രഹിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ നഷ്ടങ്ങൾക്കും 3 കാരണങ്ങളേ ഉള്ളൂ: അജ്ഞത, അശ്രദ്ധ, അഹന്ത. എന്താണ് ഈ പറയണ സുവിശേഷം? നീ എങ്ങനെ നഷ്ടമായാലും വീണ്ടെടുക്കപ്പെടും. നാണയം ആലയിലേക്ക് വരും, നാണയം ഗണത്തിലോട്ട് വരും, മകൻ വീട്ടുമേശയിലേക്ക് വരും. ഞാൻ ആവർത്തിക്കുകയാണ്, വീണ്ടെടുക്കപ്പെടാനാവാത്ത വിധത്തിൽ ഒന്നും കളഞ്ഞു പോയിട്ടില്ല, തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടില്ല. എന്നിട്ടോ ഈ തിരികെ വരുമ്പോഴാണ് ശരിക്കുമുള്ള ആനന്ദം ആരംഭിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 3 ഭാഗങ്ങൾ അവസാനിക്കുന്ന ഒരേപോലെയാണ്. നമുക്ക് ആനന്ദിക്കാം, ആനന്ദിക്കാം, ആനന്ദിക്കാം. അങ്ങനെയെങ്കിൽ എന്താ വിശുദ്ധി എന്ന് പറയുന്നത്? ഈ മടങ്ങി വന്നവൻ്റെ ആനന്ദത്തിൻ്റെ പേരാണ് വിശുദ്ധി. എവിടെയൊക്കെ മനുഷ്യർ മടങ്ങി വരുമ്പോൾ അവിടെയൊക്കെ എന്തൊരു ഹർഷം ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം വെളുപ്പിനെ ഇങ്ങനെ ആശ്രമത്തിലൊരു ഫോൺ വന്നു. നമുക്കിപ്പോൾ മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു സന്തോഷം പറയാൻ വേണ്ടി വിളിച്ച.
എനിക്ക് 15 വയസ്സും എൻ്റെ ചേട്ടായിക്ക് 17 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ തുടങ്ങിയതാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങൾ മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അയാൾ എൻ്റെ സെല്ലിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കുട്ടാ നിനക്ക് സുഖമൊക്കെ തന്നെ ആടാ. ഞാൻ അപ്പം തൊട്ട് കരയാണ് അച്ഛാ, ഞാൻ അപ്പം തൊട്ട് കരയാ. എനിക്കിതിൻ്റെ സന്തോഷം ആരോടെങ്കിലും പറയണ്ടേ. എല്ലാ മടങ്ങി വരവുകളിലും എന്തൊരു ഹർഷ ഭൂമിയിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ പ്രകാശമുള്ള ഗുരുക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആത്മീയത. ആത്മീയ എന്ന് പറയുന്ന ഇതാണ്, ഇവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. നിങ്ങൾ ഉണർത്തപ്പെടുന്ന ഗൃഹാതുരത്തിൻ്റെ പേരാണ് ആത്മീയത. തിരികെ വരാനായിട്ടുള്ള ക്ഷണം, ഗണത്തിലൂടെ കൂടെ നിൽക്കാനുള്ള ക്ഷണം, വീട്ടുമേശയിലേക്ക് വരാനുള്ള ക്ഷണമൊക്കെ മുഴങ്ങുന്നുണ്ട്. നഷ്ടപ്പെട്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാവുന്നേ ഉള്ളൂ. വലിയ ആനന്ദം അവരെ കാത്തു നിൽപ്പുണ്ട്. ഇതിനകത്ത് ഈ കണക്കുകൾക്കകത്ത് പോലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തേൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു 100 ആടുകളിലൊന്ന്, രണ്ടാമത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നു 10 നാണയങ്ങളിലൊന്ന്, മൂന്നാമത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നു 2 മക്കളിലൊന്ന്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ നഷ്ടങ്ങളെ നമ്മൾ അശ്രദ്ധയോട് കണ്ടു തുടങ്ങുമ്പോൾ അതിനേക്കാൾ ഗൗരവമായ നഷ്ടങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തുന്നു. 100-ന്ന് 10-1 മാറുന്നുണ്ട്, 10-1 നിന്ന് 2-1 മാറുന്നുണ്ട്. ഇനി 16-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അയാളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ നഷ്ടങ്ങളുടെ ഈ അധ്യായം ഈ ദിവസങ്ങളിൽ ഒന്നുകൂടി വായിച്ചു നോക്കുക. എന്നിട്ട് സ്വന്തം മനസ്സിനോട് ചോദിക്കുക, ഏതിലേക്കാണ് ഞാൻ മടങ്ങിപ്പോകേണ്ടത്, എങ്ങനെയാണ് ഞാൻ മടങ്ങിപ്പോകേണ്ടത്. അപ്പോൾ മടങ്ങി വരുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ആ ഹർഷത്തിൽ വിരുന്നാരംഭിക്കുന്നു. ആ പുതിയ വിരുന്നിൻ്റെ പേരാണ് വിശുദ്ധിയുടെ ആഘോഷം. ജീവിതം പ്രഭാമയം സന്നിധാനം.